ആട്ടിടയൻ എന്ന് കേൾക്കുമ്പോൾ നിസ്വനായിട്ടുള്ള ഒരു സാധു മനുഷ്യൻ്റെ രൂപമാണല്ലോ മനസ്സിൽ വരിക. തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകുന്ന നല്ല ഇടയനായ ഗുഡ് ഷെപ്പേർഡിൻ്റെ ഒരു ക്രൈസ്തവ ബിംബം കൂടി. ചുരുണ്ട വെള്ളരോമം നിറഞ്ഞ സാധുവായ കൂട്ടം വിടാത്ത ചെമ്മരിയാടും ചോര രുചിക്കാനായി കാത്തുനിന്ന കുറുക്കൻ്റെ മുമ്പിൽ കൊമ്പുകോർത്ത് പരസ്പരം മാഞ്ഞുകുത്തിയ കൊറ്റനാടും ഒന്നല്ല. ആദ്യത്തേത് ചെമ്മരിയാട്, ഇംഗ്ലീഷിൽ ഷീപ്പ്, രണ്ടാമത്തേത് കോലാട് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഗോട്ട്. രണ്ടും തമ്മിൽ ബന്ധുക്കളാണെങ്കിലും രണ്ടും രണ്ട് സ്പീഷീസുകളാണ്. വ്യത്യസ്ത ക്രോമോസോം നമ്പറുകളുള്ള വ്യത്യസ്ത ജീവികൾ. കോലാടുകൾക്ക് 60 ക്രോമോസോമുകളുള്ളപ്പോൾ ചെമ്മരിയാടുകൾക്ക് 54 ക്രോമോസോമുകൾ മാത്രമേ ഉള്ളൂ. ഇവ തമ്മിൽ സ്വാഭാവികമായി ഇണചേർന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാവുക പോലുമില്ല. എങ്കിലും നമ്മൾ ഇവ രണ്ടിനെയും ആട് എന്ന് മാത്രമാണ് വിളിക്കുന്നത്. പശുവും പോത്തും ആൻറ്റിലോപ്പുകളും ഒക്കെ ഉൾപ്പെടുന്ന ബൊവിഡെ കുടുംബത്തിലെ കാപ്രിനെ ഉപകുടുംബത്തിലാണ് ഈ രണ്ടു തരം ആടുകളും ഉൾപ്പെടുക. ഇവ തമ്മിൽ സ്വാഭാവികമായി ഇണചേർന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞല്ലോ. അപൂർവമായിട്ട് മാത്രമാണ് അങ്ങനെ സംഭവിക്കാറ്. എങ്കിലും കൃത്രിമ ബീജസങ്കലനം നടത്തി ഗീപ്പ് എന്ന പേരിൽ ഷീപ്പ് ഗോട്ട് ഹൈബ്രിഡ് ഇനത്തെയും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഗീപ്പുകൾ സാധാരണഗതിയിൽ വന്ധ്യരായിരിക്കും, അതായത് അവർക്ക് പ്രജനനശേഷി ഉണ്ടാവില്ല. എങ്കിലും ന്യൂസിലാൻഡിലും ഫ്രാൻസിലും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ചില കേസുകളുണ്ട് ഗീപ്പുകൾ ഇണചേർന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടായതായിട്ട്. എങ്കിലും അത് സാധാരണമല്ല. ഷീപ്പുകളുടെയും ഗോട്ടുകളുടെയും മെരുക്കൽ ഡൊമസ്റ്റിക്കേഷൻ മുതൽ അവ മനുഷ്യരാശിയുടെ വികാസത്തിനൊപ്പം സംസ്കാരങ്ങളുടെ ചരിത്രത്തിനൊപ്പം സഞ്ചരിച്ച പരിണാമ വഴികളും അവയുടെ പ്രത്യേകതകളും അറിയാം. സ്വാഗതം ആടുകളുടെ ലോകത്തിലേക്ക്. ആടെന്തറിഞ്ഞു അങ്ങാടി വാണിഭം എന്ന ഒരു ഭാഷാശൈലി ഉണ്ടല്ലോ. വരാൻ പോകുന്ന വലിയ അപകടം, ചതി തിരിച്ചറിയാനാകാതെ വർത്തമാന കൗതുകങ്ങളിൽ പെട്ടുപോകുന്നവരെ സൂചിപ്പിക്കാനാണല്ലോ ഈ ശൈലി ഉപയോഗിക്കുന്നത്. അറക്കം കൊണ്ടുപോകുന്ന ആട് ചുറ്റുമുള്ള ബഹളവും അങ്ങാടിയിലെ ആരവവും ഒക്കെ കേട്ട് സന്തോഷത്തോടെ ആസ്വദിച്ച് നടക്കുന്നതായിട്ടാണല്ലോ കഥ. ആട്ടിൻതോലണിഞ്ഞ ചെന്നായ എന്ന പ്രയോഗത്തിലും കൂട്ടത്തിലെ എല്ലാവരെയും വിശ്വസിക്കുന്ന ഒരു നിഷ്കളങ്കന്റെ രൂപമാണല്ലോ ആടിനുള്ളത്. എന്തായാലും ചെന്നായ വരുന്നേ എന്ന് എപ്പോഴും വെറുതെ കളിയാക്കി വിളിച്ചു പറയുമായിരുന്ന ഒരു ആട്ടിടയൻ പയ്യൻ മാത്രമാണ് ഈ കഥകളിലെയൊക്കെ ഒരു അപവാദം. പൊതുവെ ആട്ടിടയന്മാരും ഈ ആടുകളെപ്പോലെ തന്നെ സാധുക്കളും നിഷ്കളങ്കരുമായിട്ടൊക്കെയാണ് കഥകളിൽ വരാറ്. കാനനച്ചോലയിൽ ആടുമേക്കാൻ പോകുമ്പോൾ എന്നെയും കൂട്ടണം എന്ന് പറയുന്ന ചന്ദ്രികയോട് നമ്മെ മറന്നൊന്നും ചെയ്തുകൂടാ എന്ന് വിലക്കുന്ന രമണന്റെ നന്മ ചങ്ങമ്പുഴ എഴുതിയിട്ടുണ്ടല്ലോ. ആട് ചവക്കുന്നത് പോലെ എന്ന ഒരു പ്രയോഗം കൂടി മലയാളത്തിലുണ്ട്. കോലാടുകൾ ഏതെങ്കിലും പറമ്പ് കയറി അവിടെ കണ്ട എല്ലാ ഇലകളും ചവച്ചു നോക്കും. ഏത് ഇലയും തിന്നാൻ പറ്റുമോ എന്ന് പരീക്ഷിച്ചു നോക്കും. കാർഡ്ബോർഡും തുണിയും പ്ലാസ്റ്റിക്കും വരെ അവ ചവച്ചു നോക്കും. ഈ രണ്ടു തരം ആടുകളും പല കാര്യങ്ങളിലും പ്രത്യേകമായിട്ടുള്ള സ്വഭാവമുള്ളവയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയത് അവയുടെ ജീവിത രീതിയാണ്. അനുസരണയോടെ കൂട്ടമായി മാത്രം എപ്പോഴും പറ്റിക്കൂടി നിന്ന് പുല്ല് മേഞ്ഞ് നടക്കുന്നവരാണ് ചെമ്മരിയാടുകൾ എന്ന ഷീപ്പുകൾ. എന്നാൽ അനുസരണയില്ലാത്തതുപോലെ തെക്ക് വടക്ക് ഒറ്റക്കൊറ്റക്കായിട്ടും പരക്കയും ഒക്കെ നടക്കുന്ന സ്വഭാവമുള്ളവരാണ് ഗോട്ടുകൾ. മരത്തിൻ്റെ മുകളിൽ കയറി ഇല തിന്നുന്ന കുളമ്പുള്ള ഏകജീവി ഇവരായിരിക്കും. കുഴിയിലേക്ക് ഇറങ്ങും, പാറയിലേക്ക് കയറും, കണ്ടതെല്ലാം കടിച്ചു തിന്നും. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആൺകൊറ്റനാടുകൾ നമ്മളെയൊക്കെ കുത്തുകയും ചെയ്യും. ഭൂമിയിൽ മനുഷ്യരാദ്യമായിട്ട് മെരുക്കി ഉണ്ടാക്കിയ മൃഗം നായയാണെന്നറിയാമല്ലോ. വേട്ടസഹായിയായും കാവൽക്കാരായും കൂട്ടായും ഒക്കെയാണ് യൂറേഷ്യൻ ചാരച്ചെന്നായ്ക്കളിൽ നിന്നും മനുഷ്യർ സെലക്റ്റീവ് ബ്രീഡിംഗ് വഴി ഇന്നത്തെ വളർത്തുനായകളെ സൃഷ്ടിച്ചത്. എന്നാൽ പൂർണ്ണമായിട്ടും ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യപ്പെട്ടത് എന്ന് പറയാവുന്ന ഒരു വളർത്തുജീവി ചെമ്മരിയാടുകളാണ്. പാലിനും മാംസത്തിനും രോമത്തിനും ഒക്കെ വേണ്ടിയാണ് ആടുകളെ നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തത്. ഏത് കാലത്ത് എവിടെ വെച്ചായിരിക്കും മനുഷ്യർ ആദ്യമായി ആടുകളെ മെരുക്കിയത് എന്ന കാര്യത്തിൽ അത്ര പൂർണ്ണമായിട്ടുള്ള അറിവുകൾ നമുക്കില്ല. നായകളുടെ മെരുക്കൽ നടന്ന കാലത്ത് തന്നെയായിരിക്കും ആടുകളുടെയും മെരുക്കൽ നടന്നത് എന്നാണ് കരുതപ്പെടുന്നത്. ഏകദേശം 10,000 മുതൽ 11,000 വർഷങ്ങൾക്ക് മുമ്പ് നിയോലിത്തിക് കാലഘട്ടത്തിൽ പശ്ചിമേഷ്യയിലെ ഫെർട്ടൈൽ ക്രസന്റ് എന്ന് പറയുന്ന മേഖലയിലായിരിക്കും ഇത് ആരംഭിച്ചത് എന്നാണ് കണക്കാക്കുന്നത്. ഇറാനിലെ സാഗ്രോസ് പർവ്വത നിരകൾ, തുർക്കിയിലെ അനറ്റോളിയ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇതിൻ്റെ ആദ്യകാല തെളിവുകൾ ലഭിച്ചത്. ഒവിസ് ഗംലിനി എന്ന ശാസ്ത്രനാമമുള്ള ഏഷ്യാറ്റിക് മൗഫ്ലൺ എന്ന് വിളിക്കുന്ന കാട്ടാടുകളെ മെരുക്കിയാണ് നമ്മുടെ ഈ ഷീപ്പ്, ചെമ്മരിയാടുകൾ, വളർത്താടുകൾ ഉണ്ടായത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. മാംസത്തിനും പാലിനും തുകലിനും വേണ്ടിയായിരുന്നു ഇവയെ ആദ്യമായിട്ട് നമ്മൾ മെരുക്കാൻ ആരംഭിച്ചത്. വൈകിയായിരിക്കും ഇവയെ രോമത്തിനു വേണ്ടി വളർത്താൻ തുടങ്ങിയത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിനുള്ള തെളിവുകൾ പിന്നീട് ലഭിക്കുന്നത് ഇറാനിൽ നിന്നാണ്. 6000 BC കാലഘട്ടം മുതൽ എങ്കിലും മനുഷ്യർ ഇവയുടെ രോമം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും അതിനുശേഷം 2,000-3,000 വർഷങ്ങൾ കഴിഞ്ഞാണ് മനുഷ്യർ രോമം കൊണ്ടുള്ള കമ്പിളിത്തുണികൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. എന്തായാലും വ്യാപകമായിട്ടുള്ള ആട് വളർത്തൽ ആരംഭിക്കുന്നത് യൂറോപ്പിലാണ്. പൗരാണിക ഗ്രീസിൽ ആളുകൾ കാര്യമായിട്ട് കൂട്ടമായിട്ട് വളർത്തിയ ജീവി ആടാണ്. കോളനിവൽക്കരണത്തോടെ 1490കളുടെ ശേഷം യൂറോപ്യരുടെ ആട് വളർത്തൽ പുതുതായി കണ്ടെത്തിയ ന്യൂ വേൾഡ് എന്ന് പറയുന്ന പ്രദേശങ്ങളിലേക്കും കൂടി എത്തി. പടിഞ്ഞാറൻ ഏഷ്യയിലെ പർവ്വത പ്രദേശങ്ങളിൽ അനറ്റോളിയ പ്രദേശത്ത് ഒരു കാലത്ത് ധാരാളമായിട്ടുണ്ടായിരുന്ന
ഇപ്പോഴത്തെ ഇറാൻ, വടക്കൻ ഇറാഖ്, തെക്ക് കിഴക്കൻ തുർക്കി പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന സാഗ്രോസ് മലപ്രദേശങ്ങളിൽ കാണുന്ന ബെസോർ ഐബെക്സ് കാട്ടാടുകളെ മെരുക്കിയാണ് കോലാടുകൾ എന്ന് വിളിക്കുന്ന നമ്മുടെ ഗോട്ടുകൾ ഉണ്ടായത്. അതും ചെമ്മരിയാടുകളുടെ മെരിക്കൽ കാലത്ത് ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സംഭവിച്ചതാണ്. ഒറ്റൊരിടത്തല്ല, പല പല പ്രദേശങ്ങളിൽ പല പല കാലങ്ങളിലായിട്ടാണ് അത് സംഭവിച്ചത്. അതായത് പല കാലങ്ങളിൽ പല ഗോത്ര ജനവിഭാഗങ്ങൾ അവരുടെ വ്യത്യസ്ത ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ളവയെ തിരഞ്ഞെടുത്ത് ഇണചേർത്ത് പലതരം ആടുകളെ ഉണ്ടാക്കി. അവയുടെ വലിപ്പം, അനുസരണ, പ്രജനനശേഷി, രോമത്തിൻ്റെ നിറം, നീളം, ആകൃതി, കൊമ്പുകൾ ഉള്ളതും ഇല്ലാത്തവയോടുമുള്ള താല്പര്യങ്ങൾ, അകിടിൻ്റെ വലിപ്പം, ഇവയൊക്കെ പരിഗണിച്ചാണ് അവർ ആടുകളെ ഇണചേർത്ത് മെരുക്കി പുതിയ ബ്രീഡുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഉദാഹരണത്തിന് പൗരാണിക ഈജിപ്തുകാർ ഒടിഞ്ഞ ചെവിയുള്ള, തൂങ്ങി നിൽക്കുന്ന ചെവികളുള്ള, കൊമ്പില്ലാത്ത ആടുകളോടായിരുന്നു കൂടുതൽ ഇഷ്ടം കാണിച്ചിരുന്നത്. അവയെ വളർത്താനായിരുന്നു അവർക്ക് താല്പര്യം. കോലാടുകളെ അവയുടെ മാംസത്തിനും പാലിനും വേണ്ടിയാണ് മനുഷ്യർ വളർത്താൻ ആരംഭിച്ചതെങ്കിലും വേട്ടയാടലുകളിൽ നിന്നും ആരംഭിച്ച് അവയെ പിന്നീട് കൂടുകളിൽ കൂടുതലായിട്ട് വളർത്താനും തിരഞ്ഞെടുത്തവ തമ്മിൽ പരസ്പരം ഇണചേർത്ത് ഏറ്റവും മികച്ചവയെ അവർക്ക് ആവശ്യമുള്ള തരത്തിന് ആടുകളെ ഉണ്ടാക്കാനും ഒക്കെ മനുഷ്യർ പരിശീലിച്ചുകൊണ്ടേയിരുന്നു. ഡൊമസ്റ്റിക്കേഷൻ്റെ ഭാഗമായിട്ട് ഇവയുടെ ശാരീരിക വലിപ്പത്തിലും മസ്തിഷ്കത്തിൻ്റെ, തലച്ചോറിൻ്റെ ഘടനയിലും മാറ്റങ്ങൾ സംഭവിക്കുകയും മനുഷ്യരുമായിട്ട് ആശയവിനിമയം ചെയ്യാനുള്ള കഴിവ് വർദ്ധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആടുകളുടെ കാഷ്ടം കത്തിക്കാനും അവയുടെ രോമവും എല്ലും ടെൻഡനുകളും ഒക്കെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും ഒക്കെ മനുഷ്യർ തുടങ്ങി. ആടിൻ്റെ തുകൽ കൊണ്ട് നിർമ്മിച്ചിരുന്ന പാത്രങ്ങളിൽ യാത്രകളിൽ വെള്ളവും വീഞ്ഞും ഒക്കെ ശേഖരിച്ചു വെക്കാനും കൊണ്ടു നടക്കാനും ഒക്കെ സഹായിച്ചു. വീഞ്ഞ് വിൽപ്പനയുടെ കാലമായപ്പോൾ ഈ വീഞ്ഞ് ശേഖരിച്ചു വെക്കാനും വിൽപ്പന നടത്താനും ഒക്കെ ഈ ആടിൻ്റെ തുകൽ കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളാണ് ഉപയോഗിച്ചത്. ഇതുകൂടാതെ പലതരത്തിലുള്ള എഴുത്തുകൾ, രേഖകൾ ഒക്കെ കൈമാറ്റം ചെയ്യാനും സൂക്ഷിച്ചു വെക്കാനും ഒക്കെ ഈ തുകലിൽ ആണ് ഉപയോഗിച്ചിരുന്നത്. ഏകദേശം 7,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആടുകൾ ഈജിപ്തിലെ നൈൽ നദീതടങ്ങളിൽ എത്തിയതായിട്ട് കണക്കാക്കപ്പെടുന്നു. അവിടെ നിന്നും ആഫ്രിക്കയിലെ പല സ്ഥലങ്ങളിലേക്കും അവ പതുക്കെ എത്തി. കോലാടിൻ്റെ ശാസ്ത്രനാമമായിട്ട് ഇപ്പോൾ കണക്കാക്കുന്നത് കാപ്ര ഹിർക്കസ് എന്നും ചെമ്മരിയാടിൻ്റെ ഓവിസ് ആരീസ് എന്നുമാണ്. കോലാടുകളിൽ വളരെ വലിപ്പമുള്ള ബ്രീഡുകളുണ്ട്. 140 കിലോഗ്രാം ഭാരമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ദക്ഷിണാഫ്രിക്കൻ ഇറച്ചി ആടിനമായ ബോർ അല്ലെങ്കിൽ ബോർബൊക്കൊക്കെ 1 മീറ്ററിനടുത്തൊക്കെ ഉയരവും ഉണ്ടാവും അവ. എന്നാലും എത്ര വലിപ്പം ഉണ്ടെങ്കിലും ആടുകൾ വളരുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. പലരും പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് അജഗജാന്തര വ്യത്യാസം ഉണ്ടായിരുന്നു എന്നൊക്കെ. അതൊരു തെറ്റായിട്ടുള്ള പ്രയോഗമാണ്. അജഗജാന്തരം എന്ന് മാത്രം പറഞ്ഞാൽ മതി. ചേർത്ത് പറയാൻ പറ്റാത്തത്ര വ്യത്യാസമുള്ളവർ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അജം എന്നാൽ ആട് എന്നും ഗജം എന്നാൽ ആന എന്നും. എന്തായാലും ആട് എത്ര വളർന്നാലും ആനയുടെ അത്ര ആകില്ലല്ലോ. അപ്പോൾ അജഗജാന്തര വ്യത്യാസം എന്ന് പറയേണ്ട കാര്യമില്ല, അജഗജാന്തരം എന്ന് മാത്രം പറഞ്ഞാൽ മതി. ആടുകൾ അയവെട്ട് സ്വഭാവമുള്ള മൃഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ അയവെട്ടുന്ന മറ്റ് മൃഗങ്ങളുടെ പല പ്രത്യേകതകളും ഇവർക്കുമുണ്ട്. ആടുകളുടെ അകിട് വ്യത്യസ്ത സ്തനഗ്രന്ഥികൾ ചേർന്നതാണ്. ഓരോ ഗ്രന്ഥിക്കും ഓരോ മുലക്കണ്ണുകൾ ഉണ്ടാവും. പശുക്കൾക്ക് 4 മുലക്കണ്ണുകളുള്ളപ്പോൾ ആടുകൾക്ക് 2 മുലക്കണ്ണുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എങ്കിലും ബോർ ഇനം ആടുകളിലൊക്കെ 8 മുലക്കണ്ണുകൾ വരെ ചിലപ്പോൾ ഉണ്ടാവാറുമുണ്ട്. അകിടിൻ്റെ 2 പകുതികളെയും വേർതിരിക്കുന്ന ഒരു വിള്ളുണ്ട്. അതിനെ ഇന്റർമാമറി ഗ്രൂവ് എന്നാണ് വിളിക്കുക. ആടുകൾ സാധാരണയായിട്ട് 7 മുതൽ 12 മാസം വരെ കാലം കൊണ്ട് തന്നെ പ്രായപൂർത്തിയെത്തും. എങ്കിലും ആരോഗ്യകരമായിട്ടുള്ള പ്രജനനത്തിന് പെണ്ണാടുകൾക്ക് 9 മുതൽ 10 മാസം വരെ ഉണ്ടാകുന്നതാണ് എപ്പോഴും നല്ലത്. പെണ്ണാടുകളുടെ മതിചക്രം എസ്ട്രസ് സൈക്കിൾ 18 മുതൽ 21 ദിവസം വരെ നീണ്ടു നിൽക്കുന്നതാണ്. 12 മുതൽ 36 മണിക്കൂർ വരെയാണ് ഈ മതി അനുഭവപ്പെടുന്ന സമയമുണ്ടാകുക, അല്ലെങ്കിൽ ഹീറ്റ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ആ സമയത്ത് അമിതമായിട്ട് വാലാട്ടുക, ഇടക്കിടക്ക് മൂത്രമൊഴിക്കുക, തീറ്റ കഴിക്കുന്നത് കുറയുക, ജനനേന്ദ്രിയത്തിൽ വീക്കമുണ്ടാകുക തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ അവ കാണിക്കും. കൂടെ അമിതമായിട്ടുള്ള കരച്ചിലും. മുട്ടനാടുകളുടെ തലയിലുള്ള കൊമ്പിനോട് ചേർന്നിട്ടുള്ള ഗ്രന്ഥികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഗന്ധമുണ്ട്. 4-ഈഥൈൽ-ഒക്ടനോൾ പോലുള്ള ഫെറമോണുകളാണ് അതിലെ പ്രധാന ഘടകമായിട്ടുണ്ടാവുക. ഈ ഗന്ധം അണ്ടോത്പാദനത്തിനെ ട്രിഗർ ചെയ്യിക്കുന്നതാണ്, ത്വരിതപ്പെടുത്തുന്നതാണ്, മതിലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാനും സഹായിക്കും. ആടുകളുടെ ഗർഭകാലം 150 ദിവസമാണ്, ഏകദേശം 5 മാസം. പ്രസവത്തിന് മുന്നോടിയായിട്ട് അകിട് വീർക്കുകയും ആട് അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യും. നമ്മുടെ മലബാറി ആടുകൾ ഉയർന്ന പ്രത്യുത്പാദന ശേഷിക്ക് വളരെ പ്രസിദ്ധമാണ്. ഇവയിൽ 50% പ്രസവങ്ങളിലും ഇരട്ടക്കുട്ടികളുണ്ടാവും, 25% പ്രസവങ്ങളിലും 3 കുട്ടികളുണ്ടാവും. എന്നാൽ അട്ടപ്പാടി ബ്ലാക്ക് ആടുകളിൽ സാധാരണയായിട്ട് 1 കുട്ടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഗിന്നസ് വേൾഡ് റെക്കോർഡ് പ്രകാരം ഒരു പ്രസവത്തിൽ ഏറ്റവും കൂടുതൽ 7 കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടുള്ളത് ഒരു നൈജീരിയൻ ഡ്വാർഫ് ആടാണ്. മിക്ക ആട് ബ്രീഡുകളും 14 മുതൽ 20 വർഷം വരെ ആയുസ്സുള്ളവരാണ്. എന്നാൽ ആടുകൾക്ക് ലഭിക്കുന്ന പോഷകാഹാരം, കാലാവസ്ഥ, ആരോഗ്യ പരിപാലനം ഇവയൊക്കെ അവയുടെ ആയുസ്സിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇനി ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം നമ്മുടെ കോലാടുകളുടെ, നമ്മുടെ സാധാരണ ആടുകളുടെ ഒക്കെ വാല്
ഉയർന്നു നിൽക്കുന്നതാണ്. അതേസമയം ചെമ്മരിയാടിൻ്റെ വാല് കീഴോട്ടാണ് ഉണ്ടാവുക. നമ്മുടെ കോലാടുകൾക്ക് ചിലപ്പോൾ ആണിനും പെണ്ണിനും ഒക്കെ താടി രോമങ്ങൾ ഉണ്ടാവും, നീളമുള്ളത്. ബ്രീഡുകൾ അനുസരിച്ചിട്ട് അതിൽ മാറ്റമുണ്ടാവും, ചിലതിന് ഉണ്ടാവാതിരിക്കും. എന്നാൽ ചെമ്മരിയാടുകൾക്ക് ആണിനും പെണ്ണിനും ഒന്നും ഇത്തരത്തിലുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു താടി രോമങ്ങളില്ല. ഇനി ഇതും കൂടാതെ നമ്മുടെ സാധാരണയുള്ള ആടുകൾ, കോലാടുകൾ എന്ന് വിളിക്കുന്ന ഈ ആടുകൾക്കൊക്കെ ആ പേര് വിളിക്കാൻ, കോലുള്ള ആട് എന്ന് വിളിക്കാനുള്ള ഒരു കാരണമായിട്ടുള്ള കഴുത്തിൻ്റെ 2 ഭാഗങ്ങളിലുമായിട്ട് വിരൽ പോലെ ഞാന്ന് കിടക്കുന്ന ഒരു അവയവം ഉണ്ടാവും. ഇവ ശാസ്ത്രീയമായിട്ട് അപ്പൻഡിക്സ് കോളി അല്ലെങ്കിൽ വാട്ടിൽസ് എന്നാണ് വിളിക്കുന്നത്. ഇവ ചർമ്മം കൊണ്ട് നിർമ്മിച്ച തരുണാസ്ഥികളാണ്. ഇതിനുള്ളിൽ രക്തക്കുഴലുകളും നാഡികളും പേശികളും ഒക്കെ അടങ്ങിയിട്ടുണ്ടാവും. നിലവിൽ ഇവയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ശാരീരിക ധർമ്മങ്ങൾ എന്തെങ്കിലും ഉള്ളതായിട്ടൊന്നും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. പരിണാമ പ്രക്രിയയിൽ ബാക്കിയായിട്ടുള്ള ഏതെങ്കിലും വെസ്റ്റീജിയൽ ഓർഗൻ ആയിരിക്കാം അതെന്നും, അല്ലെങ്കിൽ പരിണമിച്ചുണ്ടായ കൈകാലുകളുടെ അവശിഷ്ടങ്ങളായിരിക്കാം അവ എന്നുമാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. വംശപാരമ്പര്യമായിട്ടാണ്, ഡോമിനൻ്റ് ഇൻഹെറിറ്റൻസ് ആയിട്ടാണ് ഈ കോലുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യം അടുത്ത തലമുറകളിലേക്ക് കൈമാറുന്നത്. ചെമ്മരിയാടുകളുടെ മേൽചുണ്ടിൻ്റെ നടുവിൽ ഒരു വിള്ളൽ, ഫിൽട്രം കാണാം. ഇത് കോലാടുകൾക്കില്ല. ഇനി ഇവയുടെ കൊമ്പുകൾക്കും പ്രത്യേകതയുണ്ട്. നമ്മുടെ കോലാടുകൾക്ക്, ഗോട്ടുകളുടെ കൊമ്പുകൾ സാധാരണയായിട്ട് വശങ്ങളിലേക്ക് പരന്നതും പിറകിലേക്ക് വളഞ്ഞതുമായിരിക്കും. എന്നാൽ ചെമ്മരിയാടുകളുടെ കൊമ്പുകൾ സർപ്പിളാകൃതിയിൽ ചുരുണ്ടതായിരിക്കും. എങ്കിലും പൊതുവെ ചെമ്മരിയാട് ബ്രീഡുകളിൽ ആണിനും പെണ്ണിനും പലപ്പോഴും കൊമ്പുണ്ടാവില്ല. ചിലപ്പോൾ പെണ്ണിന് മാത്രമായിട്ട് കൊമ്പില്ലാത്ത ബ്രീഡുകളും ഉണ്ട്. എന്നാൽ കോലാടുകളുടെ, ഗോട്ടുകളുടെ കൂട്ടത്തിൽ കൊമ്പുകളില്ലാത്ത ബ്രീഡുകൾ വളരെ കുറവാണ്. സാധാരണയായിട്ട് ഈ ആടുകൾക്ക് ഒരു ജോഡി കൊമ്പുകളാണ് ഉണ്ടാവുക. എന്നാൽ അപൂർവമായിട്ട് 4 or 8 കൊമ്പുകളുള്ള ആടുകളുമുണ്ട്. എങ്കിൽ ഒട്ടും കൊമ്പുകളില്ലാത്ത ആടുകളുടെ, ഗോട്ടുകളുടെ ബ്രീഡുകൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അത്ര വിജയിക്കാറില്ല. കാരണം ആണോ പെണ്ണോ എന്ന് തീരുമാനിക്കുന്ന, സെക്സ് തീരുമാനിക്കുന്ന ജീനും കൊമ്പിൻ്റെ ജീനും പരസ്പര ബന്ധിതമാണ്. അതായത് കൊമ്പുകളില്ലാത്ത ആടുകളെ ഇണചേർത്ത് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ, അവയുടെ സെക്സ് എന്നുള്ളത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അവ പലപ്പോഴും പ്രജനനശേഷി ഇല്ലാത്തവരായി പോകാം. ആടുകളുടെ കൊമ്പുകൾ ജീവനുള്ള അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ചതാണ്. അതിന് ചുറ്റുമായിട്ട് കെരാറ്റിനും ചില പ്രോട്ടീനുകളും ഒക്കെയുള്ള ആവരണമാണ് ഉണ്ടാവുക. പ്രതിരോധത്തിനും മേൽക്കൈക്കും ടെറിട്ടറി സംരക്ഷണത്തിനും ഒക്കെയാണ് ആടുകൾക്ക് ഈ കൊമ്പ് കൊണ്ടുള്ള ഉപയോഗം. കൂടെ ചെറിയ തോതിൽ താപനിയന്ത്രണത്തിനും ഈ കൊമ്പുകൾ ഇവയെ സഹായിക്കുന്നുണ്ട്. ഇനി രോമങ്ങളുടെ കാര്യത്തിലേക്ക് വന്നാൽ, ചെമ്മരിയാടുകൾക്ക് വളരെ ചുരുണ്ട കമ്പിളി രോമങ്ങളാണ് ഉണ്ടാവുക, വൂളാണ് ഉണ്ടാവുക. അങ്കോറ, കാശ്മീരി തുടങ്ങിയ പ്രത്യേക ബ്രീഡുകൾക്കൊഴികെ കോലാടുകൾക്ക് സാധാരണയായിട്ട് നീളത്തിലുള്ള രോമങ്ങളാണ് ഉണ്ടാവുക. ഇവയുടെ നിറവും ബ്രീഡുകൾക്കനുസരിച്ചിട്ട് മാറ്റമുള്ളതായിരിക്കും. ഡൊമസ്റ്റിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ച ഇവയുടെ പൂർവിക വൈൽഡ് ഇനങ്ങളുടെയൊക്കെ രോമങ്ങൾ ബ്രൗൺ നിറത്തിലോ അല്ലെങ്കിൽ ബ്രൗണിൻ്റെ വ്യത്യസ്ത ഷെയ്ഡുകളിലുള്ളതും ഒക്കെ ആയിരുന്നു. എന്നാൽ സെലക്റ്റീവ് ബ്രീഡിംഗ് വഴി തൂവെള്ള രോമങ്ങളുള്ളത് തൊട്ടിട്ട് ചോക്ലേറ്റ് ബ്രൗൺ നിറമുള്ള രോമങ്ങൾ വരെയുള്ള ചെമ്മരിയാടുകൾ ഇപ്പോഴുണ്ട്. അപൂർവമായിട്ട് കുത്തുകളുള്ളതും ചിലപ്പോൾ പാടുകളുള്ളതുമായിട്ടുള്ള ചെമ്മരിയാടുകൾ വരെയുണ്ട്. വെള്ള രോമങ്ങൾ ഡൈ ചെയ്യാൻ എളുപ്പമുള്ളതിനാലും വെള്ളരോമ ജീൻ ഡോമിനൻ്റ് ട്രൈറ്റ് ആയതിനാലും ഒക്കെ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് കൂടുതലായിട്ടുണ്ടാവുക. കഠിനമായിട്ടുള്ള തണുപ്പുള്ള ഹിമാലയൻ പർവ്വതനിരകൾ, ചൈന, മംഗോളിയ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കാശ്മീരി ആടുകളുള്ളത്. കടുത്ത തണുപ്പിൽ നിന്നും സംരക്ഷിക്കാൻ പുറമേയുള്ള കടുപ്പമേറിയ രോമങ്ങൾ, ഗാർഡ് ഹെയറുകൾ കൂടാതെ അതിന് താഴെ മൃദുവായതും കനം കുറഞ്ഞതുമായിട്ടുള്ള ഒരു ആവരണം കൂടിയുണ്ട്. ഇതാണ് കാശ്മീരി കമ്പിളിക്ക് വേണ്ടി ശേഖരിക്കുന്നത്. കാശ്മീരി കമ്പിളികളുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ച ഇനമാണ് പഷ്മിന. ലഡാക്കിലെയും കാശ്മീരിലെ ഉയർന്ന പ്രദേശങ്ങളിലും മാത്രം വളരുന്ന ചാങ്താങ്ങി ആടുകളിൽ നിന്നാണ് ഇവ ശേഖരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മൃദുവായിട്ടുള്ള രോമമായിട്ടുള്ള പഷ്മിന കൈകൊണ്ട് നെയ്താണ് പഷ്മിന ഷാളുകൾ ഉണ്ടാക്കുന്നത്. വളരെ വിലപിടിച്ചതാണവ. സാധാരണ ചെമ്മരിയാടുകളുടേതുപോലെ രോമം വെട്ടിയെടുക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് വസന്തകാലത്ത് രോമം കൊഴിയുന്ന സമയത്ത് ചീപ്പ് ഉപയോഗിച്ച് ചീകി വേർതിരിക്കുകയാണ് ചെയ്യുക. ഈ കാശ്മീരി നാരുകൾ സാധാരണ രോമങ്ങളെ അപേക്ഷിച്ച് 3 മടങ്ങ് ചൂട് നൽകാൻ സഹായിക്കുന്നവയാണ്. ഇവയുടെ വ്യാസം 19 മൈക്രോണിലും കുറവാണ്. ഇതുപോലെ തുർക്കിയിലെ അങ്കോറ ആടുകളിൽ നിന്നാണ് മൊഹൈർ ലഭിക്കുന്നത്. ഇവയുടെ രോമം നീളമുള്ളതും തിളക്കമുള്ളതും പട്ടുപോലെ മൃദുവുമാണ്. ഇനി ആടുകളുടെ ഭക്ഷണം തേടലിനും വ്യത്യാസമുണ്ട്. നമ്മുടെ കോലാടുകൾ, ഗോട്ടുകൾ ബ്രൗസേഴ്സാണ്. അതായത് ചെടികളുടെ ഇലകളും തളിരുകളും മുൾച്ചെടികളും ഒക്കെ തിരഞ്ഞെടുത്ത് തിന്നുകയാണ് അവയുടെ രീതി. എന്നാൽ ചെമ്മരിയാടുകൾ ഗ്രേസേഴ്സാണ്. അതായത് അവ പ്രധാനമായിട്ടും നിലത്തെ പുല്ലുകൾ കടിച്ചു തിന്നാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ആടുകൾക്ക് ദീർഘചതുരാകൃതിയിലുള്ള ഹൊറിസോണ്ടൽ റെക്ടാങ്കുലർ ആയിട്ടുള്ള പ്യൂപ്പിളുകളാണുള്ളത്. ഇത് അവർക്ക് 320 മുതൽ 340 ഡിഗ്രി വരെ പനോരമിക്കായിട്ടുള്ള കാഴ്ച സാധ്യമാക്കുന്നുണ്ട്. അതായത് അവർക്ക് തല തിരിക്കാതെ തന്നെ ചുറ്റുപാടുമുള്ള എല്ലാ കാഴ്ചകളും ഏകദേശം കാണാൻ പറ്റും. ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം, ആടുകൾ തല താഴ്ത്തുമ്പോഴും ഉയർത്തുമ്പോഴും ഒക്കെ അവയുടെ പ്യൂപ്പിളുകൾ ഭൂമിക്ക് സമാന്തരമായിട്ട് തന്നെ ഇരിക്കാനായി കണ്ണിനുള്ളിൽ കറങ്ങുന്നു എന്ന കാര്യമാണ്. ഇതിനെ സൈക്ലോവെർജൻസ് എന്നാണ് വിളിക്കുന്നത്.
കൂടാതെ ആനകളെ പോലെ തന്നെ ആടുകൾക്കും കണ്ണുനീർ ഗ്രന്ഥികളില്ല, ടിയർഡക്സ് ഇല്ല. ചില ബാലസാഹിത്യ കഥകളിലൊക്കെ തൻ്റെ കുഞ്ഞുങ്ങളെ വേറൊരാൾക്ക് കൈമാറ്റം ചെയ്യുന്നത് കണ്ട് അമ്മ ആട് കരയുന്നതായിട്ടൊക്കെ കണ്ണുനീരൊഴുക്കുന്നതായിട്ടൊക്കെ കഥകളിൽ എഴുതി ചേർക്കാറുണ്ട് ചിലപ്പോൾ. അതിൽ കാര്യമില്ല, ആടുകൾക്ക് കരയാൻ കണ്ണീരില്ല. എന്തായാലും ആടുകൾക്ക് അവിശ്വസനീയമായിട്ടുള്ള ബുദ്ധിശക്തി ഉണ്ട് എന്നുള്ളത് പല പഠനങ്ങളിലും തെളിഞ്ഞിട്ടുണ്ട്. സങ്കീർണമായിട്ടുള്ള ജോലികൾ പഠിക്കാനും അത് 10 മാസം വരെയൊക്കെ ഓർത്തു വെക്കാനും ഒക്കെ ഇവർക്ക് പറ്റും. വിവരങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാനും ഓർമ്മിച്ചെടുക്കാനും ഒക്കെ കോലാടുകൾക്കാണ് ചെമ്മരിയാടുകളെക്കാളും കൂടുതൽ കഴിവ്. കോലാടുകൾക്ക് മനുഷ്യരുടെ മുഖഭാവങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. സന്തോഷമുള്ളതും ചിരിക്കുന്നതുമായിട്ടുള്ള മുഖഭാവമുള്ള മനുഷ്യരുമായിട്ട് കൂടുതൽ ഇടപെടാനാണ് ആടുകൾക്ക് ഇഷ്ടം. ദേഷ്യമുള്ള ഭാവങ്ങളെക്കാൾ ചിരിക്കുന്ന മുഖങ്ങളെ അവ മുൻഗണനയോട് കൂടിയിട്ട് തിരഞ്ഞെടുക്കുന്നതായിട്ട് ചില പഠനങ്ങളിൽ കാണുന്നുണ്ട്. സഹായം ആവശ്യമുള്ളപ്പോൾ ഇവർ മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കി ആശയവിനിമയം നടത്താറുണ്ട്. ചെമ്മരിയാടുകൾ എപ്പോഴും ഒരു കൂട്ടമായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരും ഫ്ലോക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ളവരും പേടിയുള്ളവരുമൊക്കെയാണ്. ഡോമിനൻസ് ഹൈറാർക്കി ഉള്ളവരുമാണ്. കൂട്ടത്തിലെ ഒരു നേതാവ് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ അവർക്കൊപ്പം എല്ലാവരും കൂടി നീങ്ങുന്ന ഒരു രീതിയാണ് ഇവർക്കുള്ളത്. കൂട്ടം വിടാതെ അവർ ഒന്നിച്ചിങ്ങനെ സഞ്ചരിക്കും. ഇങ്ങനെ കൂട്ടം ചേർന്ന് ജീവിക്കുന്നതിനാൽ, കൂട്ടം വിട്ടു പോകാൻ ഇഷ്ടമില്ലാത്തതിനാലാവും ഇവരെ കൂടുതലായിട്ട് മനുഷ്യർ ഇണക്കി വളർത്താൻ കാരണമെന്നും കരുതപ്പെടുന്നുണ്ട്. ഒരു പുൽമൈതാനത്തേക്ക് തുറന്നു വിട്ടാൽ കോലാടുകൾ പല സ്ഥലത്തേക്ക് അലഞ്ഞ് മേഞ്ഞു തിന്നുമ്പോൾ ചെമ്മരിയാടുകൾ പറ്റമായിട്ടേ മേഞ്ഞു നടക്കൂ. എന്നാൽ കോലാടുകൾ മികച്ച മലകയറ്റക്കാരാണ്. ഇവയുടെ കുളമ്പുകളുടെ പുറംഭാഗം കടുപ്പമേറിയതും ഉൾവശം മൃദുവായ പാഡുകൾ ഉള്ളതുമാണ്. ഈ മൃദുവായ ഭാഗം പാറകളിൽ സക്ഷൻ കപ്പുകൾ പോലെ പിടിച്ചു നിന്ന് ഗ്രിപ്പ് നൽകുന്നുണ്ട് ഇവർക്ക്. 60 ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള പാറകളിൽ പോലും പിടിച്ചു കയറാൻ ഇവർക്ക് പറ്റും. മൊറോക്കയിലെ ആടുകൾ അർഗൻ മരങ്ങളിൽ 10 മീറ്റർ മുകളിൽ വരെ കയറി ഇലകൾ തിന്നുന്നുണ്ടാവും. എന്നാൽ ചെമ്മരിയാടുകൾക്ക് ഈ കഴിവൊക്കെ കുറവാണ്. അവർ മരങ്കേറുകളല്ല. കോലാടുകൾക്ക് കടുത്ത ചൂടിനെ അതിജീവിക്കാനും വളരെ കുറച്ച് വെള്ളം കൊണ്ട് തന്നെ ജീവിക്കാനും ഒക്കെ പറ്റുമെങ്കിലും ചെമ്മരിയാടുകൾക്ക് അത്തരത്തിലുള്ള കഴിവുകൾ കുറവാണ്. ശരിക്കും ചെമ്മരിയാടിൻ്റെ ഇറച്ചിയാണ് മട്ടൺ അല്ലെങ്കിൽ ലാമ്പ് എന്ന് വിളിക്കുക. പക്ഷേ നമ്മളിവിടെ എല്ലാതരം ആടുകളുടെയും ഇറച്ചികൾക്കും മട്ടൺ എന്ന് തന്നെയാണ് പറയുന്നത്. ശരിക്കും കോലാടിൻ്റെ ഇറച്ചിയെ ഷവോൺ എന്നാണ് വിളിക്കേണ്ടത്. ചെമ്മരിയാടിൻ്റെ ഇറച്ചിക്ക് കോലാടിൻ്റെ ഇറച്ചിയെ അപേക്ഷിച്ച് 7 മടങ്ങ് കൂടുതൽ കൊഴുപ്പും 2 മടങ്ങ് കലോറിയും കൂടുതലാണ്. കോലാടിൻ്റെ ഇറച്ചിയിൽ ഇരുമ്പ്, കോപ്പർ, പൊട്ടാസ്യം തുടങ്ങിയവയൊക്കെ ചെമ്മരിയാടിൻ്റെ ഇറച്ചിയേക്കാൾ കൂടുതലാണ്. ബേ 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 എന്നുള്ള ഒരു കരച്ചിലാണല്ലോ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ മിമിക്രി അവതരിപ്പിക്കാൻ പറഞ്ഞാൽ സ്കൂളുകളിൽ ആദ്യം പരിശീലിപ്പിക്കുന്നത്. അതായത് ആടിൻ്റെ കരച്ചിലാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് അനുകരിക്കാൻ പറ്റുന്നത് കാക്കയുടെ ശബ്ദം കഴിഞ്ഞാൽ. എന്നാൽ ആടുകളുടെ കരച്ചിലുകൾ ഒരേപോലെയൊന്നുമല്ല. അവയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള വൈകാരിക അവസ്ഥകൾ പ്രകടിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഭക്ഷണം, ഏകാന്തത, ബന്ധങ്ങൾ ഇവയുടെയൊക്കെ സൂചന നൽകാൻ പറ്റുന്ന വിധത്തിലുള്ള കരച്ചിലുകൾ ഇവ ചെയ്യും. നമ്മൾ മനുഷ്യർക്കൊക്കെ ഓരോ പ്രദേശത്തുള്ളവർക്കൊക്കെ പ്രത്യേക ആക്സെൻറ്റുകളോ ശൈലികളോ ഒക്കെ ഉള്ളതുപോലെ തന്നെ ആടുകൾക്കും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ശബ്ദങ്ങളുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ക്വീൻ മേരി യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനത്തിൽ ഒരേ ഗ്രൂപ്പിൽ വളരുന്ന ആട്ടിൻകുട്ടികൾ കാലക്രമേണ സമാനമായിട്ടുള്ള ശബ്ദശൈലി വികസിപ്പിച്ചെടുക്കുന്നുണ്ടോ എന്ന് കണ്ടിട്ടുണ്ട്. അതായത് വ്യത്യസ്ത കൂട്ടങ്ങളിൽ വളരുന്ന ആടുകളുടെ ശബ്ദങ്ങൾ തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ഇനി ആടുകൾ ശബ്ദമുണ്ടാക്കുന്നതിനെയൊക്കെ നമ്മൾ കരച്ചിൽ എന്ന് വിളിക്കുന്നതാണ്. എല്ലാ ശബ്ദങ്ങളും കരച്ചിലല്ല. സങ്കടം വരുമ്പോഴുണ്ടാകുന്നതിനാണ് നമ്മൾ സാധാരണയായിട്ട് മനുഷ്യർ കരച്ചിൽ എന്ന് വിളിക്കുക. പക്ഷേ മറ്റു മൃഗങ്ങളുടെ എല്ലാ ശബ്ദങ്ങളെയും നമ്മൾ കരച്ചിൽ എന്ന് വിളിച്ചു കളയും. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന പുസ്തകം വഴിയായിരിക്കും, ആ നോവൽ വായിച്ചിട്ടായിരിക്കും മലയാളികളിൽ പലരും ആടുകളോട് ഒരു പ്രത്യേക ഇഷ്ടമുള്ളവരായി മാറിയത്. ഒരു ആട്ടിൻകുട്ടിയെ കണ്ടാൽ അതിനെ ഓമനിക്കാൻ തോന്നാത്തവർ വളരെ അപൂർവമായിരിക്കും. മറ്റു മൃഗങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആട്ടിൻ്റെ കുട്ടികളോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടം തന്നെയാണ്. അതിനെടുക്കാനും മടിയിലിരുത്താനും ഒക്കെ ഇഷ്ടമാണ്. എന്നാൽ മുതിർന്ന ആടുകളെ എല്ലാവർക്കും അത്ര കണ്ട് ഇഷ്ടമല്ല താനും. അമേരിക്കയിലെ ഒരു പ്രത്യേകതരം ആടുകൾ മയോട്ടോണിക് ഗോഡ്സ് ഭയപ്പെടുകയോ അമിതമായിട്ട് ആവേശഭരിതരാകുകയോ ഒക്കെ ചെയ്താൽ പെട്ടെന്ന് മറിഞ്ഞു വീഴാറുണ്ട്. അതിനാൽ ഇതിനെ ഫെയിൻറ്റിംഗ് ഗോഡ്സ് എന്നും വിളിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അവ ബോധം കെട്ട് വീഴുന്നതല്ല, മറിച്ച് മയോട്ടോണിയ കഞ്ചനിറ്റ എന്ന് പറയുന്ന ഒരു ജനിതക അവസ്ഥ മൂലം സംഭവിക്കുന്നതാണത്. അവയുടെ പേശികൾ പെട്ടെന്ന് സ്തംഭിച്ചു പോകും. സ്റ്റിഫ്നെസ് അതുമൂലമാണ് ഇവ മറിഞ്ഞു കെട്ടി വീഴുന്നത്. ആടുകൾ വെറുതെ തുമ്മാറില്ല. കൂട്ടത്തിലുള്ള മറ്റു ആടുകൾക്ക് അപകട മുന്നറിയിപ്പ് നൽകാനുള്ള ഒരു അലാമായിട്ടാണ് ഇത്തരത്തിലുള്ള തുമ്മലിൽ ഇവ ഉപയോഗിക്കുന്നത്. അപകടം മണക്കുമ്പോൾ ഒരു ആട് ഉറക്കെ തുമ്മുകയും അത് കേട്ട് മറ്റുള്ളവർ ജാഗരൂകരാകുകയും ചെയ്യും. പാകിസ്ഥാനിലെ സിംബ എന്ന നുബിയൻ ആട്ടിൻകുട്ടിക്കാണ് ഏറ്റവും വലിയ ചെവികളുള്ളതായിട്ടുള്ള റെക്കോർഡുള്ളത്. 19 ഇഞ്ച് നീളമുള്ള ചെവിയാണ് അതിനുള്ളത്. ചൂടുള്ള കാലാവസ്ഥയിൽ ഈ നീളമേറിയ ചെവി ഇവയുടെ ശരീരം തണുപ്പിക്കാൻ ചെറുതായി സഹായിക്കുന്നുണ്ട്. മാനവ ചരിത്രത്തിൽ, സംസ്കാരങ്ങളിൽ ഒക്കെ ആടിന് പ്രത്യേകമായിട്ടുള്ളൊരു സ്ഥാനമുണ്ട്. നോർസ് ദേവനായിട്ടുള്ള തോറിൻ്റെ രഥം വലിക്കുന്നത് 2 മുട്ടനാടുകളാണ്. ഭക്ഷണത്തിനായി അവയെ കൊന്നു തിന്നാലും തോറിൻ്റെ മാന്ത്രിക ചുറ്റിക കൊണ്ട്
അവയെ വീണ്ടും ജീവിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. പുരാതന സുമേറിയൻ വിശ്വാസപ്രകാരം ജലദൈവമായ എൻകിയുടെ പ്രതീകമായിരുന്നു ഗോഡ് ഫിഷ്, ആട് മത്സ്യം. ഇതാണ് പിന്നീട് മകരരാശിയായത്, നമ്മുടെ ജ്യോതിഷത്തിലും ജ്യോതിശാസ്ത്രത്തിലും ഒക്കെ ഉപയോഗിക്കുന്ന കാപ്രിക്കോൺ. ഹിന്ദു മതവിശ്വാസത്തിലും പുരാണങ്ങളിലുമൊക്കെ ആടുകൾക്ക് സവിശേഷമായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. അഗ്നിദേവന്റെ വാഹനം ഒരു മുട്ടനാടാണ്. ഇത് ചടുലതയെയും നിശ്ചയദാർഢ്യത്തെയും തടസ്സങ്ങൾ ഭേദിച്ച് മുന്നേറാനുള്ള ശക്തിയെയും ഒക്കെ സൂചിപ്പിക്കുന്നു അത്രേ. അപൂർവമായിട്ട് അഗ്നിയുടെ രഥം വലിക്കുന്നതും ആടുകളാണെന്ന് ചിത്രീകരിക്കാറുണ്ട്. കൂടാതെ സമ്പത്തിൻ്റെ ദേവനായ കുബേരൻ്റെയും വാഹനമായിട്ട് മുട്ടനാടിനെ കണക്കാക്കാറുണ്ട്. ഹിന്ദു പുരാണത്തിൽ സുപ്രധാനമായിട്ടുള്ള ഒരു സംഭവമാണ് ദക്ഷ പ്രജാപതിക്ക് ആടിൻ്റെ തല നൽകിയത്. പരമശിവനെ അപമാനിച്ച ദക്ഷൻ്റെ ശിരസ് വീരഭദ്രൻ അറുത്തെടുക്കുകയും പിന്നീട് അദ്ദേഹം പശ്ചാത്തപിച്ചപ്പോൾ അഹങ്കാരം വെടിഞ്ഞ് വിനയം സ്വീകരിക്കുന്നതിൻ്റെ പ്രതീകമായി ഒരു ആടിൻ്റെ തല വെച്ചു കൊടുത്ത് ശിവൻ അദ്ദേഹത്തെ പുനരുജ്ജീവിപ്പിച്ചു എന്നുമാണ് കഥ. പുരാതന കാലം മുതൽക്കേ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള മനുഷ്യർ തൻ്റെ വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും ഒക്കെ ഭാഗമായിട്ട് ആടുകളെ ബലിയർപ്പിക്കാറുണ്ട്. ദൈവപ്രീതിയും പാപമോചനവും ലക്ഷ്യമാക്കിയിട്ടുള്ള ഈ ആരാധനക്രമങ്ങളിൽ ആടിനുള്ള സ്ഥാനം സവിശേഷമായിട്ടുള്ളതാണ്. ഭൂമിയുടെ ഫലഭൂയിഷ്ഠതക്കും നൈൽ നദിയുടെ സമൃദ്ധിക്കുമൊക്കെ വേണ്ടി പുരാതന ഈജിപ്തിൽ ആടുകളെ വ്യാപകമായിട്ട് ബലി നൽകിയിരുന്നു. സുമേറിയൻ, ബാബിലോണിയൻ സംസ്കാരങ്ങളിൽ രോഗശാന്തിക്കായും ദേവപ്രീതിക്കായും ഒക്കെ ആടുകളെ ബലി നൽകുന്ന രീതി വളരെ കാലം നിലനിന്നിരുന്നു. ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ ഏറ്റവും പവിത്രമായി കരുതപ്പെടുന്ന ബലികർമ്മമാണ് ബലിപ്പെരുന്നാൾ വേളയിൽ നടക്കുന്നത്. ദൈവകൽപ്പന പ്രകാരം തൻ്റെ പ്രിയപുത്രൻ ഇസ്മായിലിനെ ബലി നൽകാൻ സന്നദ്ധമായ ഇബ്രാഹിം നബിയുടെ അചഞ്ചലമായിട്ടുള്ള വിശ്വാസത്തെയാണ് ഈ കർമ്മം ഓർമ്മിപ്പിക്കുന്നത് എന്നാണ് വിശ്വാസികൾ കരുതുന്നത്. ആ നിമിഷം അല്ലാഹു ഇടപെടുകയും മകന് പകരമായിട്ട് ഒരു ആടിനെ ബലി നൽകുകയും ചെയ്തു എന്നാണ് വിശ്വാസം. ഹിന്ദു മതത്തിലെ ശാക്തേയ ആരാധനാക്രമങ്ങളിലും ഇത്തരത്തിലുള്ള ആടുബലി നടക്കാറുണ്ട്. കാളി, ദുർഗ, ഭൈരവൻ തുടങ്ങിയിട്ടുള്ള ഉഗ്രരൂപികളായിട്ടുള്ള ദേവതാ സങ്കല്പങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിനും തിന്മകളെ അകറ്റുന്നതിനുമായിട്ട് കറുത്ത ആടുകളെ ബലി നൽകുന്ന ഒരു ചടങ്ങ് നിലവിലുണ്ടായിരുന്നു. നിയമപരമായിട്ടുള്ള നിരോധനങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പോഴും വടക്കൻ കേരളത്തിലെ ചില കാവുകളിലെങ്കിലും ഇത്തരത്തിലുള്ള ആടുബലി നടക്കുന്നുണ്ട്. ചിലപ്പോൾ ആചാരങ്ങളുടെയോ ഭാഗമായിട്ടുള്ള പ്രതീകാത്മകമായിട്ടായിരിക്കും ചിലപ്പോൾ നടക്കുക എന്ന് മാത്രം. ഇനി ബലിയാടിനെ കൂടി മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു പദമാണല്ലോ ബലിയാട് എന്നത്. സാമൂഹ്യ ശാസ്ത്രത്തിൽ ഒരു സംഘത്തിൻ്റെയോ വ്യക്തിയുടെയോ പരാജയങ്ങൾക്കും കുറ്റങ്ങൾക്കും പഴി കേൾക്കാൻ വിധിക്കപ്പെടുന്ന ഒരു നിരപരാധിയെ വിശേഷിപ്പിക്കാനാണല്ലോ ബലിയാട് എന്ന പ്രയോഗം നമ്മൾ ഭാഷയിൽ ഉപയോഗിക്കുന്നത്. സ്കേപ്പ് ഗോട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയും. ബൈബിളിലെ പഴയ നിയമത്തിൽ വിവരിക്കുന്ന യഹൂദ ആചാരങ്ങളിൽ നിന്നാണ് ഈ പദം വന്നത്. യഹൂദരുടെ പാപമോചന ദിനമായ യോം കിപ്പൂർ വേളയിൽ 2 ആടുകളെ തിരഞ്ഞെടുക്കുന്നു. അതിലൊന്നിനെ ദൈവത്തിന് ബലിയായി നൽകുകയും രണ്ടാമത്തെ ആടിൻ്റെ തലയിൽ പുരോഹിതൻ കൈകൾ വെച്ച് ജനങ്ങളുടെ മുഴുവൻ പാപങ്ങളും ഏറ്റുപറഞ്ഞ് പ്രതീകാത്മകമായി അതിൻ്റെ തലയിൽ വെക്കുകയും ചെയ്യുന്നു. പാപഭാരമേറ്റിയ ഈ ആടിനെ പിന്നെ പ്രത്യേകമായി നിയോഗിക്കപ്പെട്ട വ്യക്തിക്കൊപ്പം വിജനമായ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി വിട്ടയക്കുന്നു. ജനങ്ങളുടെ പാപങ്ങൾ ദൂരേക്ക് നീക്കം ചെയ്യപ്പെട്ടു ഇതുവഴി എന്നാണ് വിശ്വാസം. രണ്ടാം ദേവാലയ കാലഘട്ടങ്ങളിൽ ഈ പാപം വീണ്ടും തിരിച്ച് മനുഷ്യരിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ഈ ആട് തിരിച്ചു വരാതിരിക്കാനായി ആടിനെ മലമുകളിൽ നിന്നും തള്ളി താഴെയിട്ട് കൊല്ലുന്ന ഒരു ആചാരം കൂടി ഉണ്ടായിരുന്നു. 1530 വില്യം ടൈൻഡെയിൽ ആണ് ബൈബിൾ പരിഭാഷപ്പെടുത്തുമ്പോൾ രക്ഷപ്പെടുന്ന ആട്, എസ്കേപ്പ് ഗോട്ട് എന്ന അർത്ഥത്തിൽ ഈ പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഹിബ്രു പദമായിട്ടുള്ള അസാസലിന് പോകുന്ന ആട്, ദ ഗോട്ട് ദാറ്റ് ഡിപ്പാർട്ട് എന്ന ഒരു വ്യാഖ്യാനം അദ്ദേഹം കൊടുത്തു. ക്രിസ്തീയ ദൈവശാസ്ത്രപ്രകാരം യേശുക്രിസ്തുവിനെ ലോകത്തിന്റെ പാപങ്ങൾ ചുമലിലേറ്റിയ ആത്യന്തികമായിട്ടുള്ള ബലിയാടായിട്ട്, അൾട്ടിമേറ്റ് സൂപ്പർ ഗോട്ടായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പുരാതന ഗ്രീസിലും സമാനമായിട്ടുള്ള ചടങ്ങുകളും ആചാരങ്ങളും ഉണ്ടായിരുന്നു. വരൾച്ചയോ പ്ലേഗോ പോലുള്ള ദുരന്തങ്ങൾ വന്നാൽ സമൂഹത്തെ രക്ഷിക്കാനായി കുറ്റവാളികളെയോ ദരിദ്രരെയോ ഒക്കെ ഫാർമക്കോസ് എന്ന് പേരിട്ട് ബലിയാടുകളായിട്ട് നാടുകടത്തുകയോ ദേഹോപദ്രവം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ചടങ്ങ്. കാലക്രമേണ നിയമപരമായിട്ടുള്ള നിയന്ത്രണങ്ങൾ വന്നെങ്കിലും പലയിടങ്ങളിലും പ്രാദേശികമായിട്ടുള്ള ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഭാഗമായിട്ട് ഇപ്പോഴും ഈ പാവമാടിനെ ബലി നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ആടെന്തറിഞ്ഞു മനുഷ്യരുടെ മതകാര്യങ്ങളും അങ്ങാടി വാണിഭവും. ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ. വളരെ ചെറിയ പ്രാണികൾ മുതൽ വളരെ വലിയ സസ്തനികൾ വരെയുള്ള നമ്മുടെ ജീവലോകത്തിലെ മറ്റൊരു ജീവിയെ പരിചയപ്പെടുത്തുന്ന പുതിയൊരു വീഡിയോയുമായി ഉടൻ വരാം. അതുവരേക്കും വണക്കം.